വലിയ പ്രമുഖർ സാധാരണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനപ്പുറത്ത് വലിയ പ്രമുഖർ മത്സര രംഗത്തുണ്ട്. ഇപ്പോൾ പ്രചാരണ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രചാരണത്തിൻ്റെ ദൃശ്യങ്ങളിൽ ഇത് പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണോ അതോ ഇത് പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണോ എന്ന് സംശയിക്കത്തക്കവണ്ണം ഹെവി വെയിറ്റുകളാണ് റോഡിലിറങ്ങി പ്രചാരണത്തിലുള്ളത്. വീട് കയറി വോട്ട് ചോദിക്കാൻ നടക്കുന്നത് മുതിർന്ന നേതാക്കളാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇന്നിപ്പോൾ ശബരിനാഥനെ പോലെയുള്ള മുൻ MLA മാർ മത്സരിക്കുന്നു. ഈ ശ്രീലേഖയെ പോലെയുള്ള മുൻ DGP ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുള്ള ചരിത്രത്തിലില്ലാത്ത ചില കാര്യങ്ങളാണ്. അത്തരത്തിൽ ചരിത്രത്തിലില്ലാത്ത ചില കാര്യങ്ങൾ കൂടി നടക്കുന്നു. വലിയ വീറും വാശിയും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ വികസനം എന്നത് ഇടതുമുന്നണി മുദ്രാവാക്യമാക്കുമ്പോൾ അവർക്ക് എടുത്തു പറയാനുള്ള ചില വിഷയങ്ങളെല്ലാം ഈ പറഞ്ഞ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈഫ് പോലെയുള്ള വികസന പദ്ധതികളൊക്കെ പ്രാദേശിക തലത്തിൽ നടപ്പാക്കുമ്പോൾ ഇത് ഏറ്റവും അർഹതപ്പെട്ടവർ എന്ന് വിചാരിക്കുന്ന ചിലർക്കാണ് അത് കിട്ടുക. പക്ഷേ അർഹതപ്പെട്ടവർ എന്ന് സ്വയം കരുതുന്ന ഒത്തിരി പേരവിടെ വേറെ കാണും. അപ്പോൾ അതൊക്കെ പൂർണ്ണമായും അങ്ങനെ പ്രതിഫലിക്കും, ഇടതുമുന്നണിക്ക് അനുകൂലമായി വരുമെന്നൊന്നും ഒറ്റയടിക്ക് നമുക്കങ്ങ് പ്രവചിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് താഴെ ആ ജനകീയാസൂത്രണത്തിന്റെ കാര്യം നമുക്കറിയാലോ. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അത് അതാണ് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ പ്രകടനത്തിന് ശേഷം തൊട്ടു പിന്നാലെ ഇപ്പോൾ ഭരണത്തിൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ തന്നെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഇപ്പോൾ പഴയ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുമുന്നണി തീരുമാനിക്കുന്നത്. നേരെ അത് പരാജയപ്പെട്ടു, നേരെ UDF അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചരിത്രം ഈ കാര്യത്തിൽ നിൽക്കുന്നത്. പക്ഷേ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനലായി തന്നെയാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഒറ്റ കാര്യം കൂടിയുണ്ട്, എനിക്ക് തോന്നുന്നത് ഇത്തവണ ഈ മാധ്യമങ്ങളുടെ ഒരു സജീവത കൊണ്ടുകൂടിയൊക്കെ ആവാം ഈ കൂറുമാറ്റവും കാലുമാറ്റവും കണ്ടാൽ ചിരിച്ച് നമ്മൾ ഒരു വഴിക്കാകും. അതായത് ആദർശ ധീരന്മാരെ കൊണ്ട് പഞ്ചായത്തുകൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം സീറ്റ് ഇത്തവണ കിട്ടില്ല എന്ന് ഉറപ്പാവുന്നവരെല്ലാം അപ്പോൾ ഈ അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ച് നിന്ന നിപ്പിൽ മറുകണ്ഠം ചാടി പുതിയ പാർട്ടിയിലേക്ക് പോകുന്നു എന്നുള്ള രസകരമായ കാഴ്ചകളുണ്ട്. അതിൽ ആം ആദ്മി പാർട്ടിയിലേക്ക് വരെ കോൺഗ്രസിൽ നിന്ന് കോഴിക്കോട് ഒരു കൗൺസിലർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ആം ആദ്മി പാർട്ടിയിൽ പോയി. അതിന് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ അഴിമതിയാണെന്നൊക്കെയുള്ള വിചിത്രമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചാണ് കക്ഷി ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുന്നത്.